കുട്ടികളിൽ ഉണ്ടാവുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം പലപ്പോഴും ലക്ഷണങ്ങളായിട്ട് കാണുന്നത് മൂക്കടപ്പോ അല്ലെങ്കിൽ കൂർക്കം വലിയോ അല്ലെങ്കിൽ വായ തുറന്നു വെച്ചിട്ടുള്ള ഉറക്കമൊക്കെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തിന്റെ ലക്ഷണങ്ങൾ കാണാറ്. ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം വരുന്നത് പലപ്പോഴും റെക്കറന്റ് ആയിട്ട് അലർജിയുടെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് പെട്ടെന്നുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടൊക്കെ ഈ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുകയും അത് അതിന്റെ വിവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമുള്ള കുട്ടികളിൽ നമുക്ക് ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുള്ളത് അതിന്റെ ലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഗ്രേഡുകൾ ഉണ്ട്. അതിന്റെ ഗ്രേഡിന്റെ സിവിയാരിറ്റിക്കോ ഇന്റൻസിറ്റിക്കോ ഒക്കെ അനുസരിച്ചിട്ട് ഹോമിയോപ്പതിക് മരുന്നുകൾ ഉണ്ട്. പലപ്പോഴും നമുക്കൊരു ഫുൾ ബ്ലോക്ക് ഒക്കെ അല്ലാത്ത ഫുള്ളായിട്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാത്ത കേസുകളിൽ പലപ്പോഴും നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ഹോമിയോപ്പതിക് മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ അഡിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകളും ഇന്ന് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡിനോയിഡിന്റെ ലക്ഷണങ്ങളും അതുപോലെ അഡിനോയിഡിന്റെ സൈസും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ്.